എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐസ്ക്രീം. മക്കളെല്ലാം ചോദിക്കുമ്പോൾ നമുക്ക് വാങ്ങിക്കൊടുക്കൽ എപ്പോൾ നടക്കൂലല്ലോ. പിന്നെ അതുപോലെ ഇത് എന്തെല്ലാം എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ കൊടുക്കാൻ പറ്റിയത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ പഞ്ചസാരയും പാലും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പഞ്ചസാര ഇടാണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത് തന്നെ കാണിക്കും. അപ്പോൾ ഇപ്പം ഇതിന് പാല്, പഞ്ചസാര, കുറച്ച് ഗോതമ്പ് പൊടി അത്രയേ വേണ്ടൂ. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയായി ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം പാല്, ഒരു 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ പാൽ ഒരു കപ്പിൽ ഒഴിച്ച് മാറ്റി വെച്ചിട്ട് ആ പാലിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് കട്ടിയായി കിട്ടും. പക്ഷേ എനിക്ക് അതിനോട് അത്ര ഇഷ്ടമില്ല. അത് ചിലപ്പം മണം വന്ന് കളയും, ഗോതമ്പ് പൊടീൻ്റെ ഒരു മണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരു പാല് നല്ലോണം കാച്ചിയെടുക്കാം. നല്ലോണം പാല് തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടോളി. പാല് തിളച്ചതിന് ശേഷം പിന്നെ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് അപ്പോഴത്തേക്ക് ഒന്ന് കുറുകി കിട്ടും. ആ സമയത്ത് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കാം. അപ്പം പഞ്ചസാര കലങ്ങുന്നതിനനുസരിച്ച് പാല് ഒന്നും കൂടി ലൂസാവും. അപ്പം ഒരു 2 മിനിറ്റ് അതിന് ശേഷം പിന്നെയും വെക്കുക. ആ 2 മിനിറ്റിന് ശേഷം നമ്മൾ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ കലക്കി വെച്ചത്, അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം മീഡിയം ഫ്ലെയിമല്ല, ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. എന്നിട്ട് ആ നമുക്കറിയാലോ, ഒരു പൊടി ഒരു വെള്ളത്തിൽ ചേർത്ത് കാച്ചുമ്പോൾ അതിനൊരു കട്ടി പിടിക്കൂല. അപ്പോൾ ആ ഒരു കൊഴുപ്പ് വരുന്നവരെ നല്ലോണം ഒരു 2 മിനിറ്റ് നല്ലോണം ഈ പളഭാഗത്ത് പറ്റിയതെല്ലാം ഇങ്ങോട്ട് തട്ടി എടുക്കണേ. അന്നും പോക്കി കളറ് എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി ഏകദേശം നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ മനസ്സിലാവില്ല, ആ ഒരു പാകത്തിലാവുമ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിന് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിലേക്ക് 2-3 ഏലക്കായ് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് 4 ഏലക്കായ് ഞാൻ ഒന്ന് വെറുതെ കുത്തിയിട്ട് തോലെടുക്കുന്നില്ല കേട്ടോ, അതിൻ്റെ അരി മാത്രമേ എടുക്കുന്നുള്ളൂ. തോല് പിന്നെ നിങ്ങൾ ചാടിക്കളയണ്ട, ചായയിലാറ്റിട്ട് ചായ കാച്ചുമ്പോൾ അതിലിട്ട് കൊടുത്താൽ മതി, നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ആ കുരുവെല്ലാം നല്ലോണം കുത്തി പൊടിച്ചിട്ട് എടുത്തിട്ട് ഈ തണിയാൻ വെച്ച പാലുണ്ടല്ലോ അതിലേക്കിട്ട് നല്ലോണം ഇളക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കാരമൽ ഉണ്ടാക്കിയെടുക്കാം. ബട്ടർസ്കോച്ച് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് പഞ്ചസാര അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇത്. നല്ലോണം ഒന്ന് ഇളകി വരട്ടെ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലേറ്റിൽ നെയ്യ് തടവി വെക്കണേ നിങ്ങൾ ആദ്യം. അതിന് ശേഷം പഞ്ചസാര അടുപ്പത്ത് വെക്കാവൂ. അതിന് ശേഷം പഞ്ചസാര ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി നല്ല വെള്ളം പോലെയായി വരും. ആ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്തത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് നിലങ്കടലയും. കണ്ടോ, ഈ പ്ലേറ്റിലാണ് ഞാൻ നെയ്ത് അടവി വെച്ചത്. അതിലേക്ക് പിന്നെ പഞ്ചസാര ഉരുകി കടലയും ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് കളയണം. പെട്ടെന്ന് അത് ഇറക്കി പ്ലേറ്റിലങ്ങ് നിരത്തി കളയണേ. വെച്ചാൽ പിന്നെ ആ പാത്രത്തിൽ തന്നെ പിടിച്ചു പോകും. കണ്ടോ, ഇതെല്ലാം ഒത്ത പോലെ ഒരു ക്രീമി ടെക്സ്ചർ അത്രയേ ഉണ്ടാകാവൂ. അതാ നന്നായിട്ടുണ്ടാവുക. ഇതൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടർസ്കോച്ചിനൊരു മഞ്ഞ കളറില്ല, അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് മഞ്ഞളുടെ പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞളുടെ മണമൊന്നും ഉണ്ടാവില്ല, ആരും പേടിക്കണ്ട, ഇട്ട് കൊടുക്കുന്നതിനൊന്നും മടിക്കണ്ട, ഇട്ടോളി. എന്നിട്ടത് നല്ലോണം ഒന്ന് സിൽവർ ഫോയിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. സിൽവർ ഫോയിൽ ഇല്ലാതെ ഒരു ബട്ടർ പേപ്പറോ ഇനി അല്ലെങ്കിൽ ഒരു നേരിയ തുണി ഇതിൻ്റെ മുകളിൽ വെച്ച് മൂടിയിട്ട് ഇതുപോലെ ഒരു പേപ്പർ വെച്ച് ഒരു പ്ലേറ്റ് വെച്ച് മൂടിയിട്ട് വെച്ചാൽ മതി. ഇനി അതല്ലെങ്കിൽ ടിഫിൻ ബോക്സിലും വെക്കാം കേട്ടോ. അതിപ്പോൾ ഒരു 5 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പം തന്നെ ഏകദേശം നല്ലൊരു ക്രീമി നല്ലൊരു ടെക്സ്ചറിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്നും കൂടി മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. 5 മണിക്കൂറാണ് ഫ്രീസറിൽ വെക്കേണ്ടത്. ഇനി മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്കത് പിന്നെയും ഫ്രീസറിൽ വെക്കണം. എന്നതിന് ശേഷം അത് അടിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് വേറൊരു മിക്സി ജാർ എടുത്തിട്ട് അതിൽ
ഈ ബട്ടർ സ്കോച്ച് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ കല്ലോരലിട്ടിട്ട് ഇടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. എന്നാലും നല്ലോണം കടിക്കുകയും കിട്ടും. ഞാൻ മിക്സിയിലിട്ടുകൊണ്ട് കുറച്ച് പൊടിഞ്ഞു പോയി. ഇതുപോലെ 1-2 ആയിട്ട് അങ്ങനെ പൊടിച്ചെടുക്കുകയും ചെയ്യാവും. ആ മിക്സിയിലിട്ട് അടിച്ച ക്രീം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഐസ്ക്രീം കണ്ടോ, അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ഈ ബട്ടർ സ്കോച്ചിൻ്റെ അതൊരു 2 ടേബിൾ സ്പൂൺ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിയിലേക്കെല്ലാം കടിക്കുകയും കിട്ടും, അല്ലേ മേലെ മാത്രമായിപ്പോൾ. അപ്പോൾ കണ്ട അടിയിലേക്ക് അധികം ഇളക്കിയാൽ കലങ്ങിപ്പോവും, പഞ്ചസാരയാണല്ലോ അതും. എന്നിട്ട് അത് മേലെ ഒന്ന് ഗാർണിഷിനും കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെയും നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ച് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് അതേപോലെ തന്നെ പിന്നെ ഒരു പ്ലേറ്റ് വെച്ച് മൂടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് 8 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിനെന്താ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്ന് വേണമെങ്കിൽ ഇന്നലെ ഉണ്ടാക്കി വെക്കണം, അതേ ഉള്ളൂ പ്രശ്നം. കാരണം ഇത് 8, 5, 12 മണിക്കൂർ അല്ല 13 മണിക്കൂർ വേണം. കണക്കിൽ ഞാൻ വീക്കാട്ടോ. അപ്പം കണ്ടോ നല്ല ആദ്യം സ്പൂൺ നിങ്ങളടുത്ത് സ്കൂപ്പ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് എടുക്കുക. അതെല്ലാം ഇങ്ങനെ കരണ്ടി കൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം കരണ്ടി നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഇടാവും. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ആ സ്പൂണ് കഴുകണം, ഇല്ലെങ്കിൽ അതിലങ്ങ് സ്പൂണുമ്മ പറ്റിപ്പോവും. അതിന് ശേഷം ഗാർണിഷിന് നമ്മൾ പൊടിച്ച് വെച്ച മറ്റേ ബട്ടർ സ്കോച്ചിൻ്റെ ഇതുണ്ടല്ലോ അതൊന്ന് മേലെ തൂവി കൊടുത്തിട്ട് എടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. താങ്ക് യു.